സൂപ്പർ സ്പീഡോ, ഈ ഇലക്ട്രോണിക് മോൺസ്റ്റർ പഴയ ഡംപ് ചെയ്ത ഇലക്ട്രോണിക് വേസ്റ്റ് മൂലം ഉണ്ടായതാ. അതുകൊണ്ട് ഫോർമുല നമ്പർ 666 വർക്ക്ഔട്ട് ആവും. ബ്രില്യന്റ് ഐഡിയ കിക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 666. ഇതിൽ വെള്ളമൊന്നുമില്ലല്ലോ. അടുത്തത് ചെക്ക് ചെയ്യാം. ഇതിലും ഒന്നുമില്ലല്ലോ. സൂപ്പർ സ്പീഡോ, വേഗം, ആ മോൺസ്റ്റർ അടുത്തെത്തി കഴിഞ്ഞു. യെസ് ബഡി, കിട്ടിപ്പോയി. ആ മേഘത്തിനകത്ത് വെള്ളമുണ്ട്. അങ്കിൾ, നിങ്ങളുടെ കയ്യിലുള്ള ഈ സാധനം എന്താണ്? ഇതെന്റെ പുതിയ ടിവിയാണ്. എന്റെ പഴയ ടിവിയില് ജഗ്ഗിൽ നിന്ന് വെള്ളം അതിന്റെ മുകളിൽ വീണു. അതുകൊണ്ടാണ് ഞാൻ ഈ പുതിയ വാട്ടർ പ്രൂഫ് ടിവി വാങ്ങിച്ചോണ്ട് വന്നത്. അയ്യോ, ഈ സൺസെറ്റിലെ ഡിസ്കൗണ്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കോ. അതുകൊണ്ട് ഞാനും പുതിയ കമ്പ്യൂട്ടർ സിസ്റ്റം വാങ്ങിച്ചിരിക്കുകയാണ്. കഴിക്കാനുള്ള സാധനങ്ങളുടെ വിൽപ്പന നടക്കുമ്പോ ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കും. ഇപ്പോഴാ ഓർമ്മ വന്നത്, ഞാനിതൊന്ന് കഴിച്ചോട്ടെ. പക്ഷെ അങ്കിൾ, നിങ്ങളുടെ ആ പഴയ ടിവിയും കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ എന്താ ചെയ്യാൻ പോന്നേ? അയ്യോ, ഞങ്ങളതെല്ലാം എടുത്ത് സ്ക്രാപ്പിൽ വലിച്ചെറിയും. പുതിയത് ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ നമ്മുടെ വീട്ടിൽ എന്തിനാ പഴയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്? നീ വിഷമിക്കണ്ട കിക്കോ. നമ്മുടെ സൺസിറ്റിയിലുള്ള പഴയ എല്ലാ അപ്ലയൻസസിനെയും സൺസിറ്റിക്ക് പുറത്തുള്ള ഡംപിംഗ് ഗ്രൗണ്ടില്ലേ, അവിടെ കൊണ്ടുപോയി സേഫ്ലി ഡംപ് ചെയ്തേക്കാം. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇന്ന് വൈകുന്നേരം നിങ്ങൾ എല്ലാവരും ഫുട്ബോൾ മാച്ച് കാണാൻ എന്റെ വീട്ടിലേക്ക് വരണം. ഈ പുതിയ ടിവിയിൽ നമുക്ക് ആ മാച്ച് കാണാം. കീക്കോ, ഇപ്പൊ നിന്റെ മുഖത്ത് നോക്കി ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ വറീഡിനെക്കാട്ടും വളരെ വറീഡാ. വെരി വെരി വറീഡ്. പറയാം, എന്താ കാര്യം? ഞാൻ ആലോചിച്ചത്, ഇങ്ങനെ എല്ലാവരും അവരുടെ പഴയ ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടുപോയി ഡംപിംഗ് സോണിൽ ഇടുകയാണെങ്കിൽ അതെല്ലാം ഒരു ദിവസം ഒരുമിച്ച് ചേർന്ന് അൺവാണ്ടഡ് വേസ്റ്റായി മാറിപ്പോവും. നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ തോട്ട്ഫുൾ. ഇപ്പോഴുള്ള മനുഷ്യർക്ക് സ്വാർത്ഥത ഒരുപാട് കൂടിപ്പോയി. കാര്യം കഴിഞ്ഞതും ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഡസ്റ്റ്ബിനിൽ വലിച്ചെറിയുകയാണ്. പക്ഷെ ഇനി അങ്ങനെ സംഭവിക്കില്ല. ഈ നിമിഷം മുതൽ ഹ്യൂമൻസ് ഇലക്ട്രോണിക് സാധനങ്ങൾ വലിച്ചെറിയില്ല. പക്ഷെ അതിനു പകരം ഇലക്ട്രോണിക് സാധനങ്ങൾ മനുഷ്യരെ വലിച്ചെറിഞ്ഞ് കളിക്കും. ഇലക്ട്രോണിക് സാധനങ്ങൾ വലിച്ചെറിഞ്ഞ മനുഷ്യർക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ ഞാനിത് എത്തിക്കഴിഞ്ഞു. ഇലക്ട്രോണിക് മാൻ. എന്റെ ഈ സ്പെഷ്യൽ ജാക്കറ്റ്, പിന്നെ ഈ ഗ്ലൗസിൽ നിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ച് വേണ്ടാന്ന് വലിച്ചെറിഞ്ഞ എല്ലാ ഡെഡ് അപ്ലയൻസിനെയും എനർജൈസ് ചെയ്ത് ജീവനോട് തിരികെ കൊണ്ടുവരും. പിന്നെ അതെല്ലാം വെച്ച് കൺട്രോൾ ചെയ്ത് അത് വെച്ച് ഞാൻ മനുഷ്യരോട് പ്രതികാരം ചെയ്യും. ഇലക്ട്രോണിക് വേസ്റ്റ് വലിച്ചെറിഞ്ഞവർക്ക് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. ദാ എത്തിക്കഴിഞ്ഞു ഇലക്ട്രോണിക് മാൻ. സൺസിറ്റിയിലെ ജനങ്ങൾ പഴയ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അതുപോലെ നിങ്ങൾ മനുഷ്യരെ വലിച്ചെറിയണം. എന്നാ തുടങ്ങിക്കോ എന്റെ ഇലക്ട്രോണിക് വാരിയർ. അതെ
അതേതായാലും കലക്കി. ഇനി പുതിയ ടിവിയിൽ ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ വളരെ ജോളിയായിരിക്കും. അയ്യോ, ഈ പുതിയ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്ത് ഞാനൊരു പുതിയ കാറിന്റെ ഡിസൈൻ റെഡിയാക്കാൻ പോവാ. ഓ, 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 ഓ. ടോണി ബോസ്, ഇതാ ഞങ്ങളുടെ പുതിയ വീഡിയോ ഗെയിം. ഇത് ഞങ്ങൾക്കൊന്ന് കളിക്കാന്താ? ഒരിക്കലും തരില്ല. ഇത് എന്റേതാണ്. ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ആ റിമോട്ട് എങ്ങനെയാടാ പറന്നുപോയത്? എന്റെ ദൈവമേ, അപ്ലയൻസസ് എല്ലാം പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അല്പം കഴിച്ചോട്ടെ. ഈ കാഴ്ച കുറച്ച് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അൺബിലീവബിൾ. അല്ല, ഈ സാധനങ്ങളെല്ലാം പറന്ന് ഇങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ കിക്കോ, ഞങ്ങളുടെ രണ്ടുപേരുടെ ടിവിയും കമ്പ്യൂട്ടർ സിസ്റ്റം പറന്നു പോയെന്ന്. എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഇതിന്റെ എല്ലാം പുറകിൽ ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ കാറ്റിൽ പറന്നു ചെല്ലുന്ന ഈ അപ്ലയൻസസിനെ ഫോളോ ചെയ്തേ പറ്റൂ. കിക്കോ, ഇപ്പൊ ഇതിനു പുറകിൽ ആരായിരുന്നാലും ശരി, അവൻ എന്റെ ഷെയർ ആയിട്ട് ഒരു 4-5 പഞ്ചങ്ങ് കൊടുക്കണം. മമ്മി, ഈ എന്റെ പുത്തൻ പുതിയ ടിവി എനിക്ക് തിരിച്ചു കൊണ്ടുവന്നാ. അതില്ലാതെ ഫുട്ബോൾ മാച്ച് ഞാൻ എങ്ങനെ കാണും? ദേ നോക്കൂ മിസ്റ്റർ, സൺസിറ്റിയിലെ വീടുകളിൽ നിന്ന് ഇങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസ് അടിച്ചു മാറ്റുന്നത് വളരെ വലിയ തെറ്റാണ്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം, ഇപ്പൊ തന്നെ നിങ്ങളുടെ ഈ കളി അങ്ങ് നിർത്തിയേക്ക്. ഇലക്ട്രോണിക് വേസ്റ്റ് വലിച്ചെറിയുന്നവർക്ക് ഞാനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ വന്നിരിക്കുകയാണ്. അത് ഞാൻ ചെയ്തിരിക്കും. ഞാനാണ് ഇലക്ട്രോണിക് മാൻ. ഒരുപക്ഷെ നിനക്ക് ഇത് വെറും ഒരു അപ്ലയൻസസ് ആയിരിക്കാം, പക്ഷെ എനിക്ക് ഓരോ ഇലക്ട്രോണിക് സാധനവും സ്വന്തം കുട്ടികളെ പോലെയാണ്. നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഡസ്റ്റ്ബിനിലേക്ക് വലിച്ചെറിയുകയാണല്ലേ? ഒരു കാര്യം നിങ്ങളാരും ആലോചിക്കാറില്ല. വലിച്ചെറിയുമ്പോ അതിന്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ച് കാണും. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യം സത്യമായിരിക്കാം. ഇലക്ട്രോണിക് സാധനങ്ങൾ ഇങ്ങനെ വേസ്റ്റിലേക്ക് വലിച്ചെറിയുന്നത് റോങ് ആണ്. നമ്മളിത് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുന്നതാ നല്ലത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അത് വളരെ വലിയ തെറ്റാണ്. കിക്കോ, നിനക്ക് തെറ്റായി തോന്നുന്നതെല്ലാം എനിക്ക് ശരിയാണ്. മനുഷ്യർക്ക് ശരിക്കൊരു പാഠം പഠിപ്പിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതാണ് തന്റെ തീരുമാനമെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം. ഐ ഓൾസോ ഫൈറ്റ് ഫോർ ദ റൈറ്റ്. ആണോ? യു ഫൈറ്റ് ഫോർ ദ റൈറ്റ്. ശരി, ഓക്കെ. ഇപ്പൊ തന്നെ ഞാൻ നിന്റെ കഥ അവസാനിപ്പിച്ചേക്കാം. നിന്നെ ഞാൻ സണ്ണിലേക്ക് അയച്ചേക്കാം. ചെന്ന് വാങ്ങിച്ചോ സൺലൈറ്റ്. അയ്യോ, അയാള് കിക്കോയെ ഫ്രിഡ്ജിനകത്തിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഫ്രിഡ്ജിനെ സണ്ണിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുക. ഇത്രയും ചെറിയൊരു സ്ഥലത്ത് എനിക്ക് സൂപ്പർ സ്പീഡോയെ പോലും വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്ത് ഈ സ്ഥലം വിട്ട് പുറത്ത് പോയേ പറ്റൂ. ഡബിൾ കിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഇലക്ട്രോണിക് മാൻ സൺസിറ്റിയിലുള്ള എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. നമ്മൾ അവനെ ഉടനെ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ ബഡി, നീ ഇപ്പൊ എന്റെ സ്പീഡ് കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്നെ ഫോളോ. സൂപ്പർ സ്പീഡ് എടുക്കാതെ അവസാനിക്കും. ഒന്നും ചെയ്യാനാവില്ല.
സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 89. Great idea, Kiko. Initiating Formula 89. ഓ, നമ്മുടെ ദേഹത്ത് കൈവച്ചവനെ പീസാക്കി കളഞ്ഞില്ലേ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കിക്കോ? അതെല്ലാം വീണ്ടും ഒന്നിച്ചു എന്നാണല്ലോ തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, ഈ ഇലക്ട്രോണിക് മോൺസ്റ്റർ പഴയ ഡംപ് ചെയ്ത ഇലക്ട്രോണിക് വേസ്റ്റ് മൂലം ഉണ്ടായതാ. അതുകൊണ്ട് ഫോർമുല നമ്പർ 666 വർക്കൗട്ട് ആവും. ബ്രില്യന്റ് ഐഡിയ കിക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 666. ഇതിൽ വെള്ളമൊന്നുമില്ലല്ലോ. അടുത്തത് ചെക്ക് ചെയ്യാം. ഇതിലും ഒന്നുമില്ലല്ലോ. സൂപ്പർ സ്പീഡോ വേഗം, ആ മോൺസ്റ്റർ അടുത്തെത്തി കഴിഞ്ഞു. യെസ് ബഡി, കിട്ടിപ്പോയി. ആ മേഘത്തിനകത്ത് വെള്ളമുണ്ട്. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ആട്ടിൻകുട്ടി കയറിയിരിക്കുകയാണ്. സിംഹത്തെ അതൊരു വഴിക്കാക്കിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കിട്ടിയിരിക്കുകയാണേ. ആ ഇലക്ട്രോണിക്സ് മാൻ അവൻ തയ്യാറാക്കിയ ഇലക്ട്രോണിക്സ് വാരിയേഴ്സിന്റെ ഒരു പടയോടെ ടോട്ടൽ ലോകത്തെയും ഭരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനുള്ള അറ്റാക്ക് സൺസിറ്റിയിൽ നിന്ന് തുടങ്ങാൻ പോവുകയാണ്. ആണോ? അപ്പോ ആ ഇലക്ട്രോണിക് മാൻ സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടിയല്ലേ കൊണ്ടുപോകുന്നത്? പടയോട്ടത്തിന് വേണ്ടി എല്ലാം തയ്യാറാക്കുകയായിരുന്നു അല്ലേ? യെസ് സൂപ്പർ സ്പീഡോ, പക്ഷേ ഇത്തവണ ഇലക്ട്രോണിക് മാന്റെ വാരിയേഴ്സ് വന്നാലും നമ്മൾ നേരിടാൻ തയ്യാറായിരിക്കണം. എനിക്ക് മനസ്സിലായി കീക്കോ, ഞാൻ റെഡിയാണ്. എന്റെ ദൈവമേ, ഇലക്ട്രോണിക് മാൻ ആർമിയുമായി ഇവിടെ എത്തിന്നാ തോന്നുന്നത്. പേടിയും കുടിപ്പേ വിശപ്പും കുടിപ്പേ. ഒന്ന് കഴിച്ചോട്ടെ. ഇപ്പൊ എന്റെ ഈ ഇലക്ട്രോണിക് വാരിയേഴ്സിന്റെ സഹായത്തോടെ ടോട്ടൽ ലോകത്തെയും ഞാൻ ഭരിക്കാൻ പോവുകയാണ്. ഇതുവരെ മനുഷ്യരെല്ലാവരും ഇലക്ട്രോണിക് സാധനങ്ങളെ അടിമയെ പോലെയല്ലേ നടത്തിയത്. പക്ഷെ ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ മനുഷ്യരെ അടിമയാക്കാൻ പോവുകയാണ്. ഇലക്ട്രോണിക് വേസ്റ്റ് വലിച്ചെറിഞ്ഞവർക്ക് ശരിക്കൊരു പാഠം പഠിപ്പിച്ചെടുക്കാൻ വന്നിരിക്കുകയാണ്. ദേ എത്തിക്കഴിഞ്ഞു ഈ ഞാൻ ഇലക്ട്രോണിക് മാൻ. ഇലക്ട്രോണിക് മാൻ, ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാണ്, ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ ഒരു കാര്യവും നീ ചെയ്യരുത്. ജനങ്ങളുടെ പ്രയാസത്തെ കുറിച്ച് നീ ആലോചിക്കണ്ട. നിന്റെ പ്രശ്നത്തെ കുറിച്ച് മാത്രം ആലോചിച്ചാ മതി കിക്കോ. നീ എന്റെ ഒരു സോൾജിയറിനെ തോൽപ്പിച്ചു അല്ലേ? അതുകൊണ്ട് നീ വലിയ വാരിയറാണെന്ന് വിചാരിച്ചോ? വലിയ വീരനാണെന്ന് വിചാരിച്ചോ? ധൈര്യമുണ്ടെങ്കിൽ ഇവന്റെ കൂടെ നീ ഒന്ന് ഫൈറ്റ് ചെയ്ത് കാണിക്ക്. സൂപ്പർ സ്പീഡോ, എല്ലാം റെഡിയായല്ലോ അല്ലേ? ഞാൻ അവനെ വിളിച്ചോണ്ട് വന്നേക്കട്ടെ. അത്രയുള്ളൂ, 2 മിനിറ്റ് കീക്കോ. ഒരല്പസമയം അവനെ കളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഇവനെ കുറച്ച് സമയം കുരങ്ങ് കളിപ്പിക്കാനുള്ള ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കീക്കോ, ഐ ആം റെഡി. എല്ലാരെയും സൺസിറ്റിയിൽ നിന്നും ചുട്ടി പാർക്കിലേക്ക് വിളിച്ചോണ്ട് വാ. ഓക്കെ സൂപ്പർ സ്പീഡോ. കീക്കോ, ഞാൻ എത്തി. ഇപ്പൊ നീ അവിടെ നിന്ന് ഇറങ്ങിക്കോളൂ.
എല്ലാവരെയും വെള്ളമൊഴിച്ച് കുളിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ നോക്കിക്കോ, കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ ഇവർക്കെല്ലാവർക്കും ഷോർട്ട് സർക്യൂട്ട് ഏർപ്പെടും. അതോടെ ഈ മോൺസ്റ്റേഴ്സിന്റെ കാര്യം അവസാനിക്കും. ഇലക്ട്രോണിക് വേസ്റ്റിനെ വലിച്ചെറിഞ്ഞവർക്ക് നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ എത്തിക്കഴിഞ്ഞു, ഇലക്ട്രോണിക് മാൻ. കിക്കോ, ഞാൻ ഈ പുതിയ അപ്ഡേറ്റഡ് ഇലക്ട്രോണിക് വാരിയേഴ്സിന്റെ മോഡില് ഒരു ഫോർമുലയും ഫലിക്കാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ എല്ലാ വാരിയേഴ്സും അപ്ഗ്രേഡഡ് ആൻഡ് വാട്ടർ പ്രൂഫിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെയൊന്നും നിനക്ക് വെള്ളം കൊണ്ട് നശിപ്പിക്കാനാവില്ല. ഇനി എന്ത് ചെയ്യും സൂപ്പർ സ്പീഡോ? ഇവരെ ഇവിടുന്ന് ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ഇന്ന് ടോട്ടൽ സൺ സിറ്റിയും ആ കാഴ്ച കാണാൻ പോവുകയാണ്. എന്റെ ഇലക്ട്രോണിക് വാരിയേഴ്സ് കിക്കോ ആൻഡ് സൂപ്പർ സ്പീഡോയെ അടിച്ച് തെറിപ്പിക്കും, ചിന്ന ഭിന്നമാക്കി വലിച്ചെറിയും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 77. ഓക്കെ ബ്രോ. ഈക്കോ, ഈ മോൺസ്റ്റേഴ്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്ട്രോങ് ആണ്. വേറെ എന്തെങ്കിലും ഫോർമുല പറയൂ. അപ്ലയൻസസ് കൊണ്ടാണ് ഈ മോൺസ്റ്ററിനെ തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ അപ്ലയൻസസ് ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഐ തിങ്ക് ഫോർമുല നമ്പർ 88 വർക്ക്ഔട്ട് ആവും. ഫാബുലസ് ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 88. ഇപ്പൊ നോക്കിക്കോ ബഡി, എന്റെ ഈ മാഗ്നറ്റിക് വേവ്സ് വെച്ച് ഇവരെ എല്ലാവരെയും ഓടിപ്പിച്ചേക്കാം. ഇനിയാണ് എന്റെ കളി. ഫൈനലി നമ്മുടെ ഈ ഐഡിയ വർക്ക്ഔട്ട് ആയിരിക്കുകയാണ് സൂപ്പർ സ്പീഡോ. നീ പറഞ്ഞത് ശരിയാണ് കിക്കോ, നിന്റെ ഐഡിയ ശരിക്കും സൂപ്പറാണ്. പക്ഷേ നിന്നേക്കാളധികം അത് എനിക്കാണ് ഉപയോഗമാകുന്നത്. കാരണം 10 വാരിയേഴ്സിന്റെ ശക്തി ഇപ്പൊ ഒരു വാരിയേഴ്സിനകത്തുണ്ട്. എന്റെ ഈ സൂപ്പർ സ്ട്രോങ് വാരിയർ കിക്കോയെയും സൂപ്പർ സ്പീഡോയെയും ചേർത്ത് ടോട്ടൽ സൺസിറ്റിയെയും ഒരു ചില സെക്കൻഡിൽ നശിപ്പിക്കും. ഇലക്ട്രോണിക് വേസ്റ്റ് വലിച്ചെറിഞ്ഞവർക്ക് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ പോവുക. അതിനിതാ എത്തിക്കഴിഞ്ഞു ഇലക്ട്രോണിക് മാൻ. കീക്കോ, ഒരുപാട് നേരത്തേക്കൊന്നും എനിക്ക് ആ മോൺസ്റ്ററിന്റെ അടി താങ്ങാൻ പറ്റില്ല. ഇതിനെന്തെങ്കിലും ഒരു ഐഡിയ പറ. സൂപ്പർ സ്പീഡോ, ഇലക്ട്രോണിക് മാൻ വളരെ വ്യത്യസ്തമായ ഒരു ജാക്കറ്റ് ആണ് അണിഞ്ഞിരിക്കുന്നത്. അതിന്റെ LED ലൈറ്റ്സ് അണഞ്ഞണഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ശരി, ഈ ജാക്കറ്റ് ഉപയോഗിച്ച് മാത്രമാണ് അവൻ മോൺസ്റ്റേഴ്സിനെ എനർജൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, നീ ഈ മോൺസ്റ്ററുമായിട്ട് ഏറ്റുമുട്ട്. അതിനിടയ്ക്ക് ഞാൻ ആ ഇലക്ട്രോണിക് മാനെ വകവരുത്താൻ ശ്രമിക്കാം. ഓക്കെ ബ്രോ, പക്ഷെ വളരെ സൂക്ഷിച്ചു വേണം ഡീൽ ചെയ്യാൻ. ഇലക്ട്രോണിക് മാൻ, ഞാൻ നിന്റെ മോൺസ്റ്റേഴ്സിനെ നല്ലൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക. നീ ഇവിടെ നിന്ന് ആ കളി കണ്ട് രസിക്ക്. നിങ്ങളെല്ലാവരും വലിയ ബുദ്ധിമാനാണെന്ന വിചാരമുണ്ടല്ലേ? ഇപ്പൊ നോക്കിക്കോ, ഞാൻ എന്റെ ഇലക്ട്രോണിക് അപ്ലയൻസസ് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 44. ഇപ്പൊ ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. അവന്റെ ആ ജാക്കറ്റ് കീറി പറിച്ചെറിയണം. എന്റെ ജാക്കറ്റ്! വെറുതെ ഓടിക്കളിക്കേണ്ട, നിന്നെ ഒരു സ്ഥലത്തിരുത്തേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. നീ എന്തായി പറയുന്നേ? സാരപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം നീ ജയിലിൽ ചെന്നിരുന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയമായി കഴിഞ്ഞു. പുറത്ത് ഭയങ്കര ഹീറ്റാ, ജാക്കറ്റിന്റെ ആവശ്യമില്ല. സോ യു ആർ അണ്ടർ അറസ്റ്റ്. മേരാങ്കിൾ, ഇനി നമ്മൾ എല്ലാവരും നമ്മുടെ ഇലക്ട്രോണിക് വേസ്റ്റ് കൺട്രോൾ ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് മാനെ പോലെ ഒരു മനുഷ്യനും അത് തെറ്റായി ഉപയോഗിക്കാൻ പറ്റില്ല. ഈഷ്, കിക്കോ, നീ പറഞ്ഞത് വളരെ ശരിയാണ്.
ഇനി ഞാൻ സൺസിറ്റിയിൽ ഒരു പ്രത്യേക റൂൾ ഇടാൻ പോവുകയാണ്. ഏതൊരു പഴയ സാധനവും ടോട്ടലി ഡാമേജ് ആകാത്തത് വരെ അവരതിനെ റിപ്പയർ ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അയ്യോ, അതിന്റെ കൂടെ ചേർത്ത് വേറെ റൂളും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യ്. ഏതൊക്കെ അപ്ലയൻസസ് ടോട്ടലായി ഡാമേജ് ആയി പോയോ അതിനകത്തെ പാർട്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാന്നേ. അങ്ങനെയാകുമ്പോൾ ഇലക്ട്രോണിക് വേസ്റ്റ് കൺട്രോൾ ആകും.